പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രി വിദ്യാർത്ഥികളുടെ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. അബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി അറിയേണ്ടത് എനിക്ക് എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട്, റീവാലുവേഷൻ എന്ന്, ഇംപ്രൂവ്മെന്റ് ആൻഡ് സപ്ലിമെന്ററി എപ്പോഴായിരിക്കും എന്നതിനെ കുറിച്ചൊക്കെ വിദ്യാർത്ഥികൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം കണ്ടോണേഷൻ ഉള്ള വിദ്യാർത്ഥികൾ, അതേപോലെ തന്നെ SMP കോപ്പി പിടിച്ച് വിദ്യാർത്ഥികളുടെയും റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല. കണ്ടോണേഷൻ ഉള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരണമെങ്കിൽ അതിന്റെ ഓർഡർ പാസ്സാവേണ്ടതുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്നാണ് കണ്ടോണേഷൻ ഉള്ള വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരിക എന്ന് ചോദിക്കുന്നുണ്ടായി. അത് ഓരോരുത്തർക്കും പ്രത്യേക ദിവസങ്ങളിലായിരിക്കും. അതിന് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കോളേജ് ഓഫീസിൽ പോയി ചോദിക്കുക, കണ്ടോണേഷനുമായി ബന്ധപ്പെട്ട റിസൾട്ട് വന്നില്ല, ഇനി എന്താണ് ചെയ്യേണ്ടത്, ഓർഡർ ആയിട്ടുണ്ടോ എന്നുള്ള. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ ഒന്ന് പരിശോധിക്കുക, അതിൽ കണ്ടോണേഷന്റെ ഓർഡർ പാസ്സായിട്ടുണ്ടോ. അതുമായി ബന്ധപ്പെട്ട നടപടികൾ നിങ്ങൾ കോളേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്തിരിക്കുക. SMP ഉള്ള വിദ്യാർത്ഥികളുടേത് പിന്നെ അതിന്റെ ലെറ്റർ വീട്ടിലേക്ക് വരണം, അതിന്റെ ബാക്കി നടപടികളൊക്കെ വരേണ്ടതുണ്ട്. അതിനോടടുപ്പിച്ച് അതിൽ ആ വിഷയം കോപ്പി പിടിച്ച വിഷയം എന്തായാലും തോൽക്കും. അത് അടുത്ത സപ്ലിമെന്ററിക്ക് എഴുതാൻ കഴിയില്ല, പിന്നീട് നടക്കുന്ന സപ്ലിമെന്ററി പരീക്ഷയ്ക്ക് എഴുതാൻ സാധിക്കുള്ളൂ. അതിന് ഫൈനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതിന് ബാക്കി അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഇനി നമുക്ക് അറിയേണ്ടത് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും. എനിക്ക് ഈ സെമസ്റ്ററിൽ SGPA 9 ഉണ്ട്, എൻ്റെ പെർസെൻറ്റേജ് എത്ര? എല്ലാവർക്കും അറിയാവുന്നതാണ്. SGPA 9 ഉണ്ടായാൽ 90%. നിങ്ങൾക്ക് കിട്ടിയ SGPA-നെ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നിങ്ങളുടെ പെർസെൻറ്റേജ് ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് കിട്ടിയ SGPA-നെ 10 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ നിങ്ങളെ പെർസെൻറ്റേജ് ലഭിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് അറിയാണ്ടാവുക റീവാലുവേഷന്റെ അപേക്ഷ എന്നായിരിക്കും. റീവാലുവേഷന്റെ അപേക്ഷ അടുത്ത ദിവസം തന്നെ, ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് അപേക്ഷ ക്ഷണിക്കും. റീവാലുവേഷന് അപേക്ഷ കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് കൊടുക്കുക. റീവാലുവേഷനിൽ മാർക്ക് കൂടിയേറ്റ് പൈസ തിരിച്ചു കിട്ടില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ റീവാലുവേഷനിൽ നിങ്ങൾക്ക് ജയിക്കുന്ന പ്രതീക്ഷ എന്തായാലും റീവാലുവേഷൻ കൊടുക്കാൻ ശ്രമിക്കുക. റീവാലുവേഷൻ റിസൾട്ട് ഇനി കൊടുക്കുമ്പോൾ തന്നെ ചോദിക്കും റിസൾട്ട് എന്നാ വരിക. റിസൾട്ട് വരാൻ ഒരു വിത്തിൻ 2 മന്ത്, ഒരു ജൂലൈയിലൊക്കെ റിസൾട്ട് വരും. ജൂൺ ജൂലൈയിൽ റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ജൂലൈ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യുക, അതിന് മുന്നോടിയായിട്ട് എന്തായാലും റിസൾട്ട് വരും. ഓക്കെ, ഇതാണ് റീവാലുവേഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓൺലൈനിലാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ മുഖേന നിങ്ങൾക്ക് റീവാലുവേഷൻ അപേക്ഷ കൊടുക്കാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഇംപ്രൂവ്മെന്റ് ആൻഡ് സപ്ലിമെന്ററി പരീക്ഷ എപ്പോഴായിരിക്കും. അപ്പോൾ 4A ഡിഗ്രി നടപ്പിലാക്കിയ സമയത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഈ 4A ഡിഗ്രി വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ റിസൾട്ട് വന്ന് ഉടൻ തന്നെ അതിന്റെ ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷ ഉണ്ടാവും എന്ന് പറയുന്നു. പക്ഷേ ഫസ്റ്റ് സെം കഴിഞ്ഞു, ഫസ്റ്റ് സെമ്മിന്റെ റിസൾട്ട് വന്നു, അത് കഴിഞ്ഞ് സെക്കൻഡ് സെം കഴിഞ്ഞു, അതിന്റെ റിസൾട്ട് വന്നു, ഇതുവരെ ഫസ്റ്റ് സെമ്മിന് നടന്നില്ല. അപ്പോൾ മുൻ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു ഇംപ്രൂവ്മെന്റ് സപ്ലിമെന്ററി പരീക്ഷ, അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ ഉണ്ടാവാനുള്ള സാധ്യത. ഇനി 4A ഡിഗ്രിക്കാരുടേത് മുൻപ് എങ്ങനെയായിരുന്നു ആ സ്ഥിതി. മുൻപ് എന്ന് പറയുന്നത്, നിങ്ങളൊരു പരീക്ഷ എഴുതി, അതിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എഴുതണം അല്ലെങ്കിൽ സപ്ലിമെന്ററി എഴുതണമെങ്കിൽ അടുത്ത നിങ്ങളെ ജൂനിയേഴ്സിന്റെ പരീക്ഷ എപ്പോഴാണോ അതിന്റെ കൂടെയാണ് എഴുതാൻ സാധിക്കാറുള്ളത്. അപ്പോൾ അത് പ്രകാരം അടുത്ത ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ കൂടെ നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ ഉണ്ടാവും, അവരുടെ സെക്കൻഡ് സെമസ്റ്ററിന്റെ കൂടെ സെക്കൻഡ് സെമസ്റ്റർ പരീക്ഷ ഉണ്ടാവും. ഇനി ഇതിലെന്തെങ്കിലും മാറ്റമെങ്കിൽ അറിയിക്കും. ഇത് മുൻ വർഷങ്ങളിൽ തന്നെ തുടരാനുള്ള സാധ്യതയാണുള്ളത്. മുൻ വർഷങ്ങളിൽ നിങ്ങൾ ജൂനിയേഴ്സിന്റെ കൂടെയാണ് ഇംപ്രൂവ്മെന്റും സപ്ലിമെന്ററി എഴുതാറുള്ളത്. ഇത്ര കാര്യങ്ങളാണ് നിങ്ങളുമായി പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.